വിശ്വാസമായപ്പോ എന്റെ അടുത്ത് പറയാ പണിക്ക് പോയി, എനിക്ക് പണിക്ക് പോകാൻ ഞാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ ചാടി എന്താ പരിപാടി നിങ്ങളെ കാണിക്കുന്നത്? ചാടുന്നില്ലയോ? ഇതിന് താഴെ വല്ലം പോയി എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് ചോദിക്കും? നാണം ചോദിക്കും എന്നോട്. നീ ചാകാൻ വന്നല്ലയോ? ഉടനെ അങ്ങനെയാണോ കാണിക്കുന്നത്? ഒരു മനുഷ്യൻ ഇത് പേടിച്ചു പോലെ ഇത് പന്ന പരിപാടിയാണ്. വേണോ? വേണ്ട എനിക്ക്. സനൂപേ, സന്തോഷിന്റെ വീടിന്റെ വളവിലുള്ള തെങ്ങില്ലേ, ആ തെങ്ങയിലൊരു ഫ്ലെക്സ് വെക്കണം. പിന്നെ ആ വരുന്നിടത്ത് ആ ചെറിയ ഫ്ലെക്സ് എല്ലാം താഴോട്ട് വെച്ചേരെ. പിന്നെ കുറെ പോസ്റ്റർ ഒക്കെ നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് വെച്ചാൽ മതി. എപ്പോഴിപ്പം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാളെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കിട്ടുള്ളൂ. നല്ല ആഴമുള്ളതല്ലേ. ആ ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം ചോദിക്കട്ടെ. ആ ചേട്ടാ, ഇത് എത്ര താഴമുണ്ടോ ആഴം? ഇത് 338. അത്രയൊന്നും വരത്തില്ല. ഇല്ല. എന്തിനാ പോയി അളന്നിട്ടോ? അല്ല, ഞാൻ അങ്ങനെ അളക്കാൻ പറ്റത്തില്ല എനിക്ക്. എനിക്ക് പലർക്കും സംശയം ഉണ്ട്, അതിനാ ടേപ്പ് വെച്ചു. അല്ല, 338. സനൂപേ പറയുന്നത് 338 ഉണ്ടെന്നാ പറഞ്ഞ. ഈ ആരെയങ്ങ് തള്ളിയരാ 338 കൂട്ടിക്കോ. അപ്പൊ എന്തുവായാലും നാളെ ഓക്കെ. നാളെ ഹർത്താലായതുകൊണ്ട് ഇപ്പോഴേ ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ചേക്കണം. നാളെ പിന്നെ കിട്ടത്തില്ല. ആരും മരിച്ചിട്ടില്ല. പിന്നെ ബോഡി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഞാനിപ്പം ചാടാൻ പോവല്ലേ. ഫ്ലെക്സ് വെക്കുന്നു പറഞ്ഞേ. എന്റെ ഫ്ലെക്സ് തന്നെ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇപ്പോഴേ അത് നാളെ ഹർത്താലാവുമല്ലോ, അങ്ങ് അടിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഇപ്പോഴേ അടിച്ചു വെക്കാം. അപ്പൊ ഇത്ര ടിപ് ടോപ്പ് വന്നപ്പോ ഞാൻ ഓർത്തേ ആരും ചാടിയെന്ന്. എന്ത് ജോലി എന്തുവാ? സ്റ്റീലിന്റെ ആ അലമാരയുടെ ഒക്കെ പരിപാടിയാ? അലമാരിയുടെ അല്ല, ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ? സ്റ്റീൽ എന്ന് വെച്ചാൽ മോഷണം. കള്ളനാ? കള്ളൻ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മതി. കള്ളനല്ലേ, മോശമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കള്ളൻ അങ്ങനെ അടിച്ചേച്ച് ആക്ഷേപിക്കരുത്. എന്താണെന്ന് അറിയാമോ? എന്റെ കേസിന്റെ പേപ്പറുകളാ ഇത് മൊത്തം. എന്തോ മോശം, എന്തോ മോശം. മോഷണമെന്ന് പറയരുത്. ഞാനൊരു ദിവസം ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ടു ഫ്രണ്ടിൽ ആ സീറ്റിലിരുന്ന ഒരു യുവതിയുടെ, ശ്രദ്ധിച്ചു കേട്ടോ, യുവതിയുടെ മാല, സ്വർണ്ണമാല പൊട്ടി തറയിലേക്ക് പോകുന്നു. ഞാൻ അതെടുത്ത് അതിന്റെ കൊളുത്ത് ശരിയാക്കാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ജുവലറിയിൽ ഇറങ്ങിയപ്പോൾ കുട്ടനാട്ട് വരമ്പിൽ കൂടെ താറാവ് വരുന്നതിന്റെ കൂട്ട് വരുന്നുണ്ട് പോലീസ്. അവിടെ ആരാ തെറ്റുകാരൻ? പോലീസാ. ഞാൻ ആ കൊളുത്ത് ശരിയാക്കാൻ പോയതല്ലേ, അതിന് ഞാൻ കുറ്റക്കാരൻ. അവിടെ നിങ്ങളെ കള്ളനാക്കി. അവിടെ എന്നെ കള്ളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതെ. അത് ഒരു മ്ലേച്ഛമായ ഒരു വാക്കാണ്, അത് ഉപേക്ഷിക്കൂ. വീട്ടിലാരുണ്ട്? വീട്ടില് ഭാര്യയുണ്ട്. അവള് ഇരുന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുക. കഞ്ഞി വെക്കുന്നാരാ? കഞ്ഞി വെക്കുന്നത് അച്ഛനാ. കള്ളന് കഞ്ഞി വെച്ചവനാ അച്ഛനോ? പിന്നെ വേറെ എന്റെ വീടിന്റെ അടുത്തൊരു വീട്. ആ വീട് ഞാൻ സുരക്ഷിതമായിട്ട് ചെന്ന് കുത്തി തുറന്ന് അവിടെ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ മൊത്തം ഞാൻ എടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. അത് നിസാര പ്രശ്നമാണ്. നിസാര പ്രശ്നമാണ് വല്ലവന്റെ വീട് കുത്തി തുറന്ന് സ്വർണ്ണം എടുക്കുന്നേ. അതല്ലെന്ന്, വീടിന്റെ അപ്പുറത്തുള്ള നിസാർ ആ പ്രശ്നം, അവനാ കേസ് കൊടുത്തിരിക്കുന്നത്. നിസാര പ്രശ്നം അവനെ എങ്ങനെയാലും കൊടുക്കണം. തന്നെയല്ല അതിനും പോലീസ് എന്നെ തപ്പി നടക്കുക. അവിടെ എന്താണ് ഞാൻ എന്താണ്? കള്ളനായി. സ്റ്റീൽ മോഷണം. അതിനെ പറയാറുള്ളൂ. അതൊരു മ്ലേച്ഛമായ വാക്കാ. ഞാൻ പറഞ്ഞില്ലേ, അത് കളയണമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ, എപ്പോഴാ ചാടുന്നേ? പറഞ്ഞോണ്ടോ? അല്ല, ഒരു 11:30 ആവും. ഇതേ എന്തിനു വന്നിരിക്കോ? എന്തിനു വന്നിരിക്കോ? ആവശ്യത്തിന് വന്നതാ. എത്ര മണിക്കാ ചാടുന്നത്? ഒരു 11:30. 11:30ക്കാണ്. ഇയാളും 11:30. ഒരു കാര്യം ചെയ്യോ, രണ്ടുപേരും കൂടെ താഴെ ഒരു 2 മണിക്കൂർ എടുക്കും. അങ്ങ് താഴെ ചെല്ലാൻ 2 വട വെള്ളം എടുക്കല, പാഴ്സൽ വെള്ളം പോകുന്ന വഴി കഴിക്കാം. 2 മണിക്കൂർ എടുക്കും. ശരി, ഞാൻ ചേട്ടാ കുഴിക്കാത്ത പോയനെ എന്തോ ചെയ്യുമെന്ന് പറയാൻ വന്നാ മര്യാദക്ക് ചത്തിട്ട് പോക്കണം. ചാകാൻ വന്നാന്ന് ഓർക്കല്ല, കൊന്നുകളയും ഞാൻ. എപ്പോഴും കുഴിക്കത്തില്ല. അല്ല, എന്തിനാ ഇയാൾ കയറി കിട്ടുന്നത്? എന്തിനാ? ഭയങ്കര ദൂരമാ പോലും. താഴെ പകുതിക്ക് ചെന്നിട്ട് അങ്ങോട്ട് ചാടാനാ. നോക്കണ്ട, ഭയങ്കര ദൂരം കൂടുതൽ. എങ്ങനെ ചാടിഞ്ഞ്? വരുവാ. ആരാണ്? വഴിയിലെ ഒരു പാർട്ടി കിടപ്പൻ, പുള്ളി മൊബൈൽ കുത്തിയിടാൻ തന്നു. വേറെ ആള് ചാടിയിട്ടുണ്ടോ? പുള്ളി ഇച്ചിരി കാശുകാരൻ, മടി നിറച്ച് പൈസ. ഞാൻ പറഞ്ഞ പൈസ ഇടൊക്കെ തരത്തില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചാടി. പൈസയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിപ്പോ സമയത്ത് ചായ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ പൈസ തീരാതെ ഇവനെ കയറ്റത്തില്ല. കിടക്കാം. വരുന്നു, ചായ തരാം. ചേട്ടാ, ഒരു വട ഇങ്ങനെ. വടയോ? ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ.
അയ്യോ ഇത് മോനെ ഇത് എടുക്കത്തില്ല കഴിഞ്ഞാ ഒരു കാര്യം ചെയ്ത് ആദ്യം ഇതിന്റെ കിടത്തി അടയ്ക്ക്. ഇതിന് ഇത്രയും വലിയ കിടത്തി കിടന്നിട്ട് പ്രശ്നമില്ലല്ലോ ഇയാൾക്ക്. അതിന്റെ കിടത്തി അടയ്ക്ക്. ഇതിന്റെ അകത്ത് ഒരു ചെറിയ കിടത്തി കിടന്നപ്പോ അത് പ്രശ്നമാക്കി എടുത്തല്ലോ. അത് അടച്ചിട്ട് അത് ഞാൻ കഴിക്കാം. ചേട്ടാ വേറൊരു കാര്യം ഞാൻ സംശയം ചോദിക്കട്ടെ. ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കോ? എനിക്ക് പിടിക്കാത്ത തന്നെ അടിക്കും മോനെ അടിക്കും. അതല്ലെന്ന് മറ്റേ ഇങ്ങനെ ഞാനിങ്ങനെ പറയുന്നത് അപ്പുറത്ത് ചെന്ന് അടിച്ചിട്ടോ എക്കോ അതുണ്ടോ ഇവിടെ? പിന്നെ ഒക്കെ ഉണ്ട്. എന്നാ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. മാറടേ. ചായ വേണോ? ചായ ഒരു വെള്ളം. അയ്യോ എന്നെ കൂടെ പേടിപ്പിക്കുവാ. ഞാൻ അത്തേനെ വന്നു അവിടെ കയറി നിൽക്കല്ലേ വീണ് ചാകാനെ കൊണ്ട്. ചായ വേണ്ടേ? ചായ വേണം. ഹലോ 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 ഇടറി വേണ്ടോടാ? വേണ്ട. എവിടാ 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 വേറെന്താ വേണം? വെള്ളം മധുരം വേണം. മധുരം ഇട്ടാ ഇത് ഇവിടുന്നാണല്ലേ വരുന്നത്? ഇവിടുന്നാ. പിന്നെ പറഞ്ഞ അവിടെ അടിച്ചിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞേ. ഈ കാലാവസ്ഥ കണ്ടോ? എക്കോ ഒന്നും വരത്തില്ല. ഇപ്പൊ ഞാൻ എക്കോ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരെക്കോയ്ക്ക് ഇത്ര രൂപ വെച്ചാ. ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന്. എന്താണ്? ഇങ്ങോട്ടൊന്ന് വരൂ. സ്ഥലമുണ്ടോ? ബാത്റൂം ഉണ്ടോ? വയറ് കണ്ടിച്ച് കളയണം. അതല്ല ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? എനിക്ക് വല്ലാത്ത. പിന്നെ ഞാൻ ഇവിടെ ഹോട്ടലാണ്, വലിയ ഹോട്ടൽ നടത്തുവാ. നിനക്ക് ബാത്റൂം ഉണ്ടാക്കാൻ പ്രശ്നമുണ്ട്. പറമ്പിലും കാണാൻ പോ. അങ്ങനെ പോകാൻ പറ്റത്തില്ല എനിക്ക്. പിന്നെ നടക്കേടാ പറമ്പിൽ പോന്നെ പോ. അല്ല അതിന് വെള്ളം അങ്ങ് പോണേ അങ്ങ് പോണേ. മോനെ നിനക്ക് ചായ വട വെള്ളം വേണോടാ? നല്ലൊരു വിശന്നായിരുന്നല്ലോ അവിടെ. അവിടെ ഇരിക്കല്ലേ? ചൂടുണ്ടോ നോക്കണ്ട. ചൂടുണ്ടോ നോക്കിയേ. ചൂടുണ്ടോ നോക്കിയ. നല്ല ചൂടുണ്ടല്ലോ മോനെ. പാരസെറ്റമോൾ ഉണ്ട്. എന്റെ ഉണ്ട്. എനിക്ക് വെള്ളം താണോ? അയ്യോ കഷ്ടം പിടിച്ചെടവാന്ന് ചെറുക്കനെ. എടാ നിനക്ക് എന്തെന്തിനാ പാരസെറ്റമോള്? പനിയാ. താഴെ ചെന്ന് കഴിഞ്ഞാൽ ആരും തരാനില്ലല്ലോ. താഴെ താമസക്കാരുണ്ട്. ഉണ്ടോ? പിന്നെ എങ്ങനെ? അതാണ് അവിടെ വീട് ഇങ്ങനെ വെളുത്ത് കാണുന്നത്. അത് എന്താണെന്നറിയാമോ? ഇവിടെ ചാടിയിട്ട് ചാകാത്തവർ അവിടെ ഇപ്പൊ ഒരു കോളനി പോലെ ഒരുപാട് വീട് വെച്ച് താമസിച്ചു. ആശുപത്രി ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് പോയാൽ തിരിച്ചു കിട്ടും. അയ്യോ അയ്യോ പാരസെറ്റമോൾ ഒരെണ്ണം കളഞ്ഞല്ലോടാ. ബാക്കിയുള്ളവനെ കൂടെ പേടിപ്പിക്കാൻ. പേടിപ്പിച്ച് കളയാ. വരുന്നു മോനെ, വരുന്നു. എന്തൊക്കെയാന്ന് പുള്ളി ചോദിക്കുന്നത്? സി ടൈപ്പ് ചാർജറോ? ചായ ഒന്ന് കൊടുത്തോട്ടെ മോനെ. എന്താ ഗുളിക അടിച്ചോ? ഗുളിക ഇനി ഉണ്ടല്ലോ. ഉണ്ടോ ഗുളിക? ഞാൻ പുള്ളിക്ക് ചായം കൊടുത്തു. ഓ അത് ശരി. ആളൊക്കെ മിടുക്കനായല്ലോ. 11 ഇപ്പം. എന്താ എനിക്ക് ചാടാനുള്ള സമയമായില്ല. ചാടാനുള്ള സമയം എത്ര മണിക്കാ പറഞ്ഞത്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തുവാ മോനെ വേണ്ടേ? വിശക്കുവോ? വിശക്കുന്നു. ഇവിടെ ഒരു സാധനം ഇല്ല. പോ. നിങ്ങക്ക് ധൈര്യം വേണോ? ധൈര്യം വേണോ? ചാകാൻ എന്തെങ്കിലും പലഹാരം ഉണ്ടോ? ധൈര്യത്തിന് പലഹാരമല്ല, വേറെ ഐറ്റം ഇരിപ്പുള്ളൂ. സാധനം ചേട്ടാ ഐറ്റം ഉണ്ട്. വേണോ? ഞാൻ കുടിക്കത്തില്ല. എടാ വാശി പിടിക്കാതെ കുടിക്കാം. 11 മണിക്ക് ചാടണ്ടേ? ചാകണോ? അത് അടിക്കണം. ഇതൊക്കെ അനുഭവിക്കണം. ദൈവം ഞാൻ ബലം പിടിക്കാതെ. നമ്മൾ ഇനിയും ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ആഴുവല്ലേ. എന്തോ പേടിയാന്നു എനിക്കറിയാൻ പോയാ ചാത്തിട്ട് പോടാ. പേപ്പർ ഗ്ലാസ്സില്ലേ? എന്തോ പേപ്പർ ഗ്ലാസ്. എടാ ഇതിനകത്ത് അടിക്കടാ. ചാകാൻ തുടങ്ങുമല്ലയോ? അടി രണ്ടുപേരും. ഇനിയിപ്പോ നിനക്ക് നല്ല ധൈര്യമായിരിക്കും. രണ്ടുപേരും കൂടെ അടിച്ചിട്ടേ. പറ്റേ മദ്യമേ ഇന്ന് ലാസ്റ്റിൽ കൂടി നീ എന്റെ ലിവറിനെ ഒന്ന് കഴുകൂ. രണ്ടുപേർക്കും കാര്യമൊക്കെ ആക്കി എടുത്ത് അടിക്കണം കേട്ടോ. ഇവിടെ കിടന്ന് കറങ്ങരുത്. ഇവിടെ കറങ്ങി ഇവിടെ കട വെക്കുമോ എന്നുള്ള പേടിയായി എനിക്ക്. ഇതിപ്പോ ഉസ്താദായല്ലോടാ. രണ്ടുപേരും കൂടെ പൈസക്ക് തന്നേ. പൈസ തന്നിട്ട് പോകാവേ. ചേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ അടിക്കുന്നില്ല മോനെ. ഒരു ചെറിയൊരു പെഗ് കഴിക്കുന്ന